നമസ്കാരം. രാജ്യം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന യൂണിയൻ ബജറ്റ് 2026 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാതെ കടന്നുപോയ ഈ ബജറ്റിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ ഓഹരി വിനിയോഗം കൂപ്പുകുത്തുകയുണ്ടായി. എന്നാൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ബജറ്റിൽ പ്രവാസികൾക്ക് എന്തൊക്കെയുണ്ട് എന്നതാണ്. ഈ യൂണിയൻ ബജറ്റ് 2026 ഏതെല്ലാം രീതിയിലാണ് പ്രവാസികളെ ബാധിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ വളരെ ചുരുക്കി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പ്രവാസി മാറ്റേഴ്സ് ചില്ലറക്കാര്യം. അപ്പൊ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. 2026 ബജറ്റ് സാധാരണ പ്രവാസികളെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്നും എന്തെല്ലാം ഇളവുകൾ പ്രവാസികൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോന്നായി വളരെ ലളിതമായ രീതിയിൽ ഒന്ന് പരിശോധിക്കാം. 2026 ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന വ്യക്തികൾക്ക് അതിൽ ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികൾ നേരിട്ട് നിക്ഷേപം നടത്തുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വളരെയധികം ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് ഈ ബജറ്റിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം. ഉദാഹരണത്തിന് വിദേശികൾക്ക്, ഇന്ത്യക്കാർക്കാണെങ്കിലും വിദേശികൾക്കാണെങ്കിലും നിക്ഷേപം നടത്താൻ PIS അക്കൗണ്ട് ഉപയോഗിച്ച് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന PIS അക്കൗണ്ട് വെച്ച് ഡയറക്റ്റ് ഷെയർ മാർക്കറ്റിൽ നിന്നും കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രഖ്യാപനം. രണ്ടാമത്, ഒരു വ്യക്തിഗത പ്രവാസിക്ക് അതല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്രവാസിക്ക് ഒരു കമ്പനിയുടെ ഓഹരിയിൽ 5% മാത്രമേ വിദേശികൾക്ക് അല്ലെങ്കിൽ പ്രവാസികൾക്ക് കൈവശം വെക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അത് 10% ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ 10% മാത്രമേ വിദേശികൾക്ക്, ഇന്ത്യക്കാർക്കാണെങ്കിലും മറ്റു വിദേശ നിക്ഷേപകർക്കാണെങ്കിലും കൈവശം വെക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റിയിട്ട് ഇപ്പൊ മൊത്തം 24% ഷെയറും വിദേശികൾക്ക്, അതല്ലെങ്കിൽ പ്രവാസി ഇന്ത്യക്കാർക്കൊക്കെ ഈ കമ്പനിയുടെ ഷെയറുകൾ കൈവശം വെക്കാം എന്നുള്ള ഒരു പുതിയ നിയമം കൂടി കൊണ്ടുവന്നതിലൂടെ ഒരുപാട് വലിയ ഒരു നിക്ഷേപത്തെ ഇന്ത്യയിലേക്കും ഇന്ത്യൻ കമ്പനികൾ ഓഹരി മാർക്കറ്റിലേക്കും ആകർഷിക്കാൻ ഇത് നല്ല ഒരു സഹായം ചെയ്യുമെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പ്രവാസികൾക്ക് കൂടുതൽ, അതായത് നമ്മുടെ പ്രവാസികൾക്ക് കൂടുതൽ ഓഹരി രംഗത്ത് കൂടുതൽ നിക്ഷേപം നടത്താനും ലാഭം ഉണ്ടാക്കാനും ഉള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി എന്നതാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം. സാധാരണക്കാരനായ പ്രവാസികൾക്ക് ഒരുപക്ഷെ നേരിട്ട് പ്രയോജനപ്പെടുന്ന ഒരു പ്രഖ്യാപനം ബജറ്റിൽ വന്നിട്ടുള്ളത് TCS നിരക്കിൽ വന്നിട്ടുള്ള ഏകീകരണം, അല്ലെങ്കിൽ ആ ടാക്സിൽ വന്നിട്ടുള്ള കുറവാണ്. TCS എന്ന് പറയുമ്പോൾ ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് എന്ന് പറയും. നമ്മുടെ ഫോറിൻ ടൂർ പാക്കേജുകൾ, എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ വിസിറ്റ് വിസകളും അതേപോലെ തന്നെ ഉംറ വിസകളൊക്കെ അതിൽ പെടാനാണ് സാധ്യത. അതിനൊക്കെ 20% ടാക്സ് കളക്ട് ചെയ്തിരുന്നത് അത് ഏറ്റവും കുറഞ്ഞിട്ടുള്ള 2%-ത്തിലേക്കാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ LRS, ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളൊക്കെ വിദേശത്തേക്ക് നമ്മൾ പഠനത്തിന് അയക്കുന്ന സമയത്ത് അവർക്ക് ഫീസും മറ്റുള്ള കാര്യത്തിനും നമ്മൾ കാശ് അയച്ചു കൊടുക്കുമ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ 5% ടാക്സ് ഈടാക്കിയിരുന്നു. അതും 2%-ത്തിലേക്ക് കുറഞ്ഞ ഈ രണ്ട് ടാക്സുകളും 2%-ആക്കി ഏകീകരിച്ചത് സാധാരണ പ്രവാസികളും നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കൾക്കും ഒക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള നല്ലൊരു പ്രഖ്യാപനമാണ്. 2026 ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് ഒരു പ്രവാസി അല്ലെങ്കിൽ NRI സ്റ്റാറ്റസിലുള്ള ഒരാള് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയോ ഭൂമിയോ വിൽക്കുന്ന സമയത്ത്, അതും പ്രത്യേകിച്ച് നാട്ടിലുള്ള ഒരാൾക്ക് വിൽക്കുന്ന സമയത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഒരു ടാൻ നമ്പർ വെച്ചിട്ടായിരുന്നു. ടാൻ എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ വെച്ചിട്ടായിരുന്നു TDS പ്രോസസ് ചെയ്തിരുന്നത്. ഈ TDS പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടാൻ നമ്പർ വേണ്ടിയിരുന്നു. അത് ഉണ്ടാക്കുക എന്നുള്ളത് ഈ വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ള കാര്യമായിരുന്നു. അത് ആ ടാൻ നമ്പർ ഒഴിവാക്കിയിട്ട് ഇപ്പൊ വാങ്ങുന്ന ആൾ ആരാണോ അദ്ദേഹത്തിന്റെ പാൻ നമ്പർ വെച്ചിട്ട് ഈ TDS പിടിക്കാം എന്നുള്ള, അത് പ്രോസസ് ചെയ്യാം എന്നുള്ള ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. TDS എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണ് പറയുക. അതായത് നമുക്ക് ഭൂമിയുടെ കാശ് ഇങ്ങോട്ട് തരുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമി വാങ്ങിയ ആള് നമ്മളെക്കൊന്ന് പിടിക്കാനുള്ള ടാക്സ് അദ്ദേഹം പിടിക്കും. അദ്ദേഹത്തിന്റെ പാൻ നമ്പർ വെച്ച് അത് പ്രോസസ് ചെയ്യും. നമ്മളിൽ നിന്നും ആ ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയും ചെയ്യും. അതിനു മുമ്പ് ടാൻ നമ്പർ ഉണ്ടായിരുന്ന ആ ഒരു കോംപ്ലിക്കേഷൻ മാറ്റിയിട്ട് അത് പാൻ നമ്പറിലൂടെ പ്രോസസ് ചെയ്യാമെന്നുള്ള ഒരു മാറ്റം പലവിധ പ്രവാസികൾക്കും, പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവാസികൾക്ക് വലിയ ഒരു ഉപകാരമാണ്. ഒരു നല്ല സംവിധാനം തന്നെയാണ് ഇത്. ഭൂമി വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന പ്രവാസിക്കും വളരെയധികം സമയലാഭത്തിനും അതേപോലെ തന്നെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനും ആശ്വാസം കിട്ടും. പക്ഷെങ്കിൽ ശ്രദ്ധിക്കുക, ഇതില് ഈ കോംപ്ലിക്കേഷൻ മാത്രമേ ഒഴിവായിട്ടുള്ളൂ. ടാൻ അഥവാ TDS എന്ന നികുതി ഇളവിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. നിയമപ്രകാരമുള്ള നികുതി തന്നെ കൊടുക്കേണ്ടി വരും. TDS ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും കൂടെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്.
സാധാരണ പ്രവാസികൾക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും പ്രവാസികളിൽപ്പെട്ട പല ആളുകൾക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദേശത്തുള്ള ആസ്തികൾ 20 ലക്ഷം രൂപയിൽ താഴെയുള്ള ആസ്തികൾ വെളിപ്പെടുത്താത്തവർക്കുള്ള ശിക്ഷയും പിഴയും ഇളവ് ലഭിക്കും എന്നുള്ളതാണ്. അതായത് വിദേശത്ത് നമുക്ക് ബാങ്ക് ബാലൻസുകളോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ഡെപ്പോസിറ്റുകൾ ഇൻവെസ്റ്റ്മെന്റ് ഷെയർ മാർക്കറ്റിലോ മറ്റൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ വെളിപ്പെടുത്താത്ത ആളുകൾക്ക് ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അത് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ശിക്ഷാ നടപടികളും പിഴകളും കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, ഓഹരികൾ, ഇൻഷുറൻസ് പോളിസികൾ ഒക്കെ അതൊക്കെ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വിദേശത്തുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടല്ലോ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, വീട്, സ്ഥലം തുടങ്ങിയവ ഉള്ള ആളുകൾ അത് നിർബന്ധമായിട്ടും വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം. അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷാ നടപടികൾ തുടർന്ന് ഉണ്ടായിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ആ ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണ പ്രവാസിയുടെ ചങ്കിടിപ്പിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ വന്നിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ബാഗേജ് അലവൻസ് നിയമത്തിൽ വന്നിട്ടുള്ള ഒരു പുതിയ നിയമമാണ്, ഒരു ഇളവാണ്. അതായത് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് 40 ഗ്രാം വരെ ആഭരണങ്ങൾ കൊണ്ടുപോകാം. 40 ഗ്രാം ആഭരണം എന്ന് പറയുമ്പോൾ അത് വെള്ളിയാവാം, സ്വർണമാവാം, തൂക്കം 40 ഗ്രാം മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അത് സ്ത്രീകളല്ലാത്തവർക്ക് നിയമത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പുരുഷന്മാരെന്ന് പറയുന്ന അതർ ദാൻ ലേഡീസ് എന്ന് പറയുന്നത് സ്ത്രീകൾ അല്ലാത്തവർക്ക് 20 ഗ്രാം ആഭരണങ്ങൾ, 20 ഗ്രാമിന് തുല്യമായ ആഭരണങ്ങൾ, അത് സ്വർണമാകാം, വെള്ളിയാകാം, മറ്റേത് രീതിയിലുള്ളതുമാകാം, അത് അത്രയും തൂക്കത്തിലുള്ള ആഭരണങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, ഇത് ആഭരണങ്ങൾ മാത്രമാണ്. കോയിൻസ് ആയിട്ടോ ബാറുകളായിട്ടോ ബിസ്ക്കറ്റുകളായിട്ടോ കട്ടികളായിട്ടോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അത് സ്റ്റിൽ മുമ്പത്തെ പോലെ തന്നെ അത് പിടിക്കപ്പെട്ടാൽ നികുതി അടക്കേണ്ടി വരും. ആഭരണങ്ങൾക്ക് മാത്രമേ ഈ ഇളവുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 2026 പുതുക്കിയ ഇന്ത്യൻ ബാഗേജ് നിയമത്തിൽ വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവയെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില്ലറ കാര്യത്തിന്റെ മറ്റൊരു വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. അപ്പൊ ഇവയൊക്കെയാണ് നമ്മൾ പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സത്യത്തിൽ ഓരോ ബജറ്റ് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന, നമ്മളെല്ലാവരുടെയും കീശ കീറുന്ന, വിമാന കമ്പനികൾ നടത്തുന്ന തീവെട്ടിക്കൊള്ള കറുതി വരുത്താൻ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ്. നിർഭാഗ്യവശാൽ ഈ ബജറ്റിലും അത്തരം പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പ്രവാസികൾക്ക് എന്നും പ്രതീക്ഷയാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ വീണ്ടും കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കോൺടാക്റ്റുകൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രവാസി മാറ്റേഴ്സ് ചില്ലറ കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.